അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ മുത്തുനബിയുടെ വഫാത്തിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ മുത്തുനബിയുടെ വഫാത്തിനാണ് റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക്, പുണ്യനബിയുടെ കുടിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കണ്ണുനീരോടോർക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, അയിന ഉമർ, അയിന ഉമർ, അയിന ഉമർ, ഉമറവിടെ, ഉമറവിടെ, ഉമറവിടെ. എല്ലാവരും നോക്കുകയാണ് ഉമറിന്റെ എന്തായിരിക്കും. ആരും പേടിച്ചു പോകുന്ന രംഗമായിരുന്നു അത്. അഭിശാന്തനായി, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, എല്ലാം കളഞ്ഞവനെ പോലെ റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക്, പുണ്യനബിയുടെ കുടിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ എന്താ, റസൂലുള്ളാഹിന്റെ ശരീരം വെള്ളത്തുകൊണ്ട് മൂടിക്കിടത്തിരിക്കുന്നതിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വലത്തെ കാലത്തോ ചുമ്മനും കൊടുത്തു പൊട്ടിക്കഴിഞ്ഞു പോയി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എല്ലാവരും നോക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന്. കവളത്തെ ചുംബനം കൊടുത്തു പൊട്ടിക്കഴിഞ്ഞു പോയി. മരിച്ചു കിടക്കുന്ന പാട് കൊച്ചുകുട്ടി ചോദിക്കുന്നു, തരൂ ബാപ്പാ, കളിപ്പാട്ടം തരൂ ബാപ്പാ, ചുംബനം തരൂ ബാപ്പാ. അതുകൊണ്ട് എഴുന്നേൽക്കൂ നബിയേ. എന്നിട്ട് അവരിൽ നിന്ന് ഊരെടുത്തവർ പുറത്തേക്കെടുക്കൂ നബിയേ. പറയുന്നു, ധൈര്യമുള്ളവരുടെ വാള എന്റെ ഹബീബ് വഫാത്ത എന്ന് പറയാൻ, ചങ്കൂറ്റമുള്ളവരുടെ വാള എന്റെ കൈപ്പടയാന്നരിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞുപോയി. അവരെല്ലാം തളർന്നു വീണു. സഹോദരങ്ങളെ, നമ്മുടെ മുത്തനബിയുടെ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ചര്യ പിൻപറ്റി ജീവിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാം.